മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കിട്ടി. ചേച്ചി ഒരു മോഹൻലാൽ ഫാനായിട്ടാണ് ആദ്യം പറഞ്ഞതെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം ചേച്ചി ഭയങ്കരമായൊരു മമ്മൂട്ടി ഫാനാണുള്ളത്. അപ്പൊ മമ്മൂട്ടി പത്മഭൂഷണ് ആശംസകൾ അറിയിച്ചിരുന്നോ? എങ്ങനെയാണ് ആ സന്തോഷം? എങ്ങനെയാണ്? ഭയങ്കര സന്തോഷാണ് സത്യം പറഞ്ഞ. മമ്മൂക്കൊക്കെ എത്രയോ നമ്മള് ലാസ്റ്റ് ഇന്റർവ്യൂ ചേച്ചി എന്നോട് പറഞ്ഞത് മമ്മൂക്ക ഇവിടെ ജനിച്ചതുകൊണ്ട് ഓസ്കാർ കിട്ടാത്തത്. അത് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞിട്ട് തോന്നുന്നു ഭ്രമയുഗം ഓസ്കാർ ആ വേദി കാണിച്ചു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അങ്ങനെ കാണുകയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ആൾക്കാരോട്, ഓസ്കാർ വേദിയിലാണ്, ലോസ് ആഞ്ചലസിലാണ് ആ സംഭവം നടക്കുന്നത്. ഈ സ്ക്രീനിങ്ങിന് മുമ്പ് മമ്മൂക്കേനെ രാഹുൽ സദാശിവനെയൊക്കെ ഇവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര പാട്, ഭ്രമയുഗം എന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ അവര് കഷ്ടപ്പെട്ട് പറഞ്ഞ് ഈ പടത്തെ കുട്ടി പറഞ്ഞു സംസാരിക്കുമ്പോ എന്റെ കൈ കണ്ടോ, എന്റെ ഗൂസ് ബംസ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയി. അപ്പൊ ഞാൻ എന്താ പറയാ, മമ്മൂക്കയുടെ നമ്മള് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അമ്മൂക്കയുടെ അഭിനയം സൂപ്പറായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ശ്രീ യേശുദാസിന്റെ അടുത്ത് നിന്നിട്ട് ദാസേട്ടാ നിങ്ങൾ പാടിയ പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ അവര് അതിന്റെ എപ്പിറ്റോം, അതിന്റെ എൻഡാണ്, ലാസ്റ്റ് വേർഡാണ്. അഭിനയത്തിന്റെ ആണെങ്കിലും പാട്ടിന്റെ ആണെങ്കിലും അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങളുടെ അഭിനയം നന്നായി എന്ന് പറയുന്നത് ഒരു അഭിനന്ദനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പത്മഭൂഷൺ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ എവിടെയായിരുന്നു, ഞാൻ ഷൂട്ടിലോ മറ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഫോൺ സൈലന്റ് ആയിരുന്നു. അപ്പൊ മെസ്സേജുകൾ നോക്കിയപ്പോ ആരോ എനിക്ക് അയച്ചൊരു മെസ്സേജിൽ നിന്നാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചു കൺഗ്രാജുലേഷൻസ് വന്നിട്ട്. അപ്പോ താങ്ക്സ് പറഞ്ഞിട്ട് മറുപടി വന്നു. ഭയങ്കര സന്തോഷമല്ലോ. ഞാനിങ്ങനെ ആലോചിക്കും എപ്പോഴും മമ്മൂക്കൊക്കെ അത് എത്ര മുമ്പേ ഡിസേർവ് ചെയ്യുന്നതായിരുന്നു അല്ലേ. വൈകി വന്നൊരു ബഹുമതിയാണ് മമ്മൂക്കയുടെ പത്മഭൂഷൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വർഷാവസാനം നമുക്ക് ഈ സന്തോഷമാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ ഇതേപോലെ മമ്മൂക്ക എടുത്ത ഒരു ബ്രേക്ക് മമ്മൂട്ടിനെ ആരാധിക്കുന്ന എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു ഭയങ്കര ഷോക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകള് അല്ലേ, ഒരു മലയാളി പോലും നമുക്ക് വേഗം സുഖമായിട്ട് വരണേ മമ്മൂട്ടി പറയും ചെയ്തില്ല. അതാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാം. പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഭയങ്കര എനർജി ഉണ്ടല്ലോ, പോസിറ്റിവിറ്റി, ഹീലിംഗ് പവർ, അത് ശരിക്കും മമ്മൂക്കയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നും എനിക്ക് എന്റെ സത്യം പറയട്ടെ ബിന്ദു, എനിക്ക് മമ്മൂക്ക ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് മരിച്ചു പോകണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് ചിന്തിക്കാറില്ല, മമ്മൂക്ക ഇല്ലാത്തൊരു ലോകമൊന്നും എനിക്ക് ചിന്തിക്കാറില്ല. മമ്മൂക്ക, ലാൽ സാറ്, അങ്ങനെ കുറെ ലെജൻസ് ഇല്ലേ നമ്മുടെ മുമ്പില്, അവരൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് എനിക്കൊന്നും ജീവിക്കണ്ട. നമ്മുടെ ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്പിറേഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരല്ലേ. അപ്പൊ അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ രാവിലെ നേരം വെളുക്കുന്നതും രാത്രി കിടന്നുറങ്ങുന്നതും ഒക്കെ അവരെ കണ്ടുകൊണ്ടാണ്. അപ്പൊ അവരില്ലാത്ത, സ്ക്രീനിൽ എന്നും അവരുണ്ടാവും, പക്ഷെ ലോകമുള്ളിടത്തോളം കാലം. പക്ഷെ അതല്ലല്ലോ, അവരെവിടെയോ ഉണ്ട്. നമുക്ക് ഇന്ന സ്ഥലത്ത് ഓരോരുത്തർ എന്നെ കാണുമ്പോൾ ചോദിക്കും നമുക്ക് ഇപ്പൊ ഏത് പടത്തിലാണ് അഭിനയിക്കണേ, ഫ്ലാറ്റിലൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട്. അറിഞ്ഞൂടാട്ടോ, നിങ്ങളുടെ സിനിമയിലായിട്ട് നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ. ഞാൻ പറഞ്ഞു ഇനി മുതൽ ഞാൻ അപ്ഡേറ്റഡ് ആവാൻ നോക്കാം. അപ്പൊ അങ്ങനെ ആ നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഇവരൊന്നും ഇല്ലാത്ത ഒരു ദിവസം നമുക്കില്ല. ഇവരെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം, എന്തെങ്കിലും കാണാത്തൊരു ദിവസമില്ല. എന്നും റീലെടുത്താൽ അതിൽ മമ്മൂക്കയുടെയും ലാൽ സാറിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവും. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പൊ അവരില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും? ശരിക്കും ഇത്രയും ഒരു ആരാധനയും സ്നേഹമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ സീനൊക്കെ അഭിനയിക്കുമ്പോ ശരിക്കും നെർവസ് ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. പക്ഷെ ചേച്ചി മമ്മൂക്കാന്റെ കൂടെ ഭയങ്കര കൂളായിട്ട് അഭിനയിച്ച ഒരാളും കൂടെ. സത്യം പറഞ്ഞ ഉള്ളില് പേടിയാ. ഞാന് പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള പടത്തിലാണ് മമ്മൂക്ക. അത് ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോ എനിക്കറിയില്ല അന്ന് മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന്. ആ സീൻ എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞ ചേച്ചി അടുത്തതിൽ നിങ്ങള് ഈ സീനാണ് മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ. എന്റെ ദൈവമേ, എന്റെ കൈയും കാലും മറിച്ചിട്ട് ബിന്ദു ഞാൻ എല്ലാരും പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാ, എനിക്ക് ഭയങ്കര പേടിയാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കണതൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും വിചാരിക്കുവോ അങ്ങനെയൊക്കെയാ. ഞാൻ എന്നിട്ട് എന്റെ അനിയത്തി ഇപ്പോഴും എന്നോട് പറയും, ഓരോ ഷൂട്ട് കഴിഞ്ഞോളൂ ഞാൻ ആരോടെ ആയിരുന്നു, ഞാൻ പറഞ്ഞു ലാൽ സാറിന്റെ ഒരു പ്രോഗ്രാമിന് വർക്ക് ചെയ്യായിരുന്നു, ഫോട്ടോ എടുത്താ? ഇല്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു വർക്ക്? 14 ദിവസം. എന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. മനസ്സിലായോ?
പുള്ളിക്കാരൻ സ്റ്റാറായിട്ട് അന്ന് മമ്മൂക്കയാണ് ഞങ്ങളുടെ എല്ലാരെയും പിടിച്ചു നിർത്തിയിട്ട് എന്റെ ഫോണിൽ ഒരു ഇതെടുത്ത് സെൽഫി എടുത്ത് അതിൽ ഞാനിങ്ങനെ തലപെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഏത് പടം അറിയാം, ഗാനഗന്ധർവൻ. അതില് കുറെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. കോമ്പിനേഷൻ സീൻസ് ഉണ്ട് മമ്മൂക്കയുടെ കൂടെ. അപ്പൊ പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ കഴിഞ്ഞ് ഞാൻ പോവാണ്, നമസ്കാരം. ഒരു ഫോട്ടോ പിന്നെന്താ ഇന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കര രസം കേട്ടോ. മമ്മൂക്കയുടെ എല്ലാരും പറയുമ്പോ നമുക്ക് ഭയങ്കര ദേഷ്യമാണ് അതാണ് പറയാ. പക്ഷെ ദേഷ്യപ്പെടണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരോടൊക്കെ നല്ല ചീത്തയൊക്കെ പറയും. പക്ഷെ അവരാരെങ്കിലും മമ്മൂക്കയുടെ അടുത്ത് പോയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷമായിട്ട് ജോർജ് ചേട്ടനായാലും ശരി, സലാമരുക്കുറ്റിയാണ് സ്ഥിരം എന്താ പറയാ മമ്മൂക്കയുടെ ഡയലോഗൊക്കെ പറഞ്ഞു, ഡയലോഗിന്റെ ഷീറ്റൊക്കെ ഇല്ലേ അതൊക്കെ സലാമാണ് കാണിച്ചു കൊടുക്കുക ഷൂട്ടിന് മുമ്പേ. അപ്പൊ നമുക്ക് പുള്ളിക്കാര ശാലയിലൊക്കെ ഇങ്ങനെ പേജ് ബൈ പേജാണ് ക്ലാസ്, ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീച്ച് ഇങ്ങനെ കുറെ ഉണ്ട്. കുറെ ഇങ്ങനെ വായിക്കുമ്പോ നമുക്കിങ്ങനെ ദേഷ്യം വരും. ചീത്ത പറയുന്ന സ്ഥലമാണ് അതോടെ അറിയിക്കും, പിന്നെ ഇത് കൊണ്ടുവരും. അപ്പൊ നമ്മള് ഈ പറയുന്ന ദേഷ്യത്തിന്, ഈ കാണിക്കുന്ന ദേഷ്യത്തിന്റെ പിന്നില് അതിന്റെയൊക്കെ അപ്പുറത്തെ ഒരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് ഇവരൊക്കെ. അപ്പൊ അവർക്കൊന്നും വിട്ടുപോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് മമ്മൂക്കയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അവര് ദേഷ്യപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദേഷ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ നമ്മൾ ദേഷ്യപ്പെടാം. ഭൂരിഭാഗവും ഇപ്പൊ റോഡില് ട്രാഫിക് തെറ്റിച്ച് വരുന്ന അവന്മാരെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കാറുണ്ട്. അത് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, ദേഷ്യം വന്നിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മള് അടുത്തറിയുന്നവരോട് ദേഷ്യപ്പെടുന്ന അവരോട് ആ ദേഷ്യം നമുക്ക് കാണിക്കാന്നുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവസാനം അഭിനയിച്ച കാതലിലായിരുന്നു ഒരുമിച്ച്. കാതലാണ്, കാതലല്ലേ? അതെ അതെ അതെ. കാതലിലെ ബ്രോക്കറാണ്. അതെ അതെ തന്നെ. ഞാൻ ഇപ്പടുത്തും കൂടെ സിനിമ കണ്ടപ്പോ ഞാൻ അത് അതെ 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 അതായിരുന്നു. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം നമുക്കവിടെ കൂടെ, അതാണ് ആഗ്രഹം. ലാൽ സാറിന്റെ കൂടെയും ഒരു സിനിമ ചെയ്യണം. ഞാൻ ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ ബാർ ഹൗസിൽ ഇങ്ങനെ ആ കുട്ടീനെ ഡയലോഗ് പഠിപ്പിക്കാൻ അങ്ങനെയായിരുന്നു. പിന്നെ ലാലോണം നല്ലോണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രോഗ്രാം, അതിലാണ് 14 ദിവസം നമ്മളിവിടെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അകത്ത് ഇൻഡോറിൽ ഷൂട്ടായിരുന്നു. അന്ന് കോവിഡ് കാലമാണ്, ഒരു കോവിഡ് ഓണക്കാലമായിരുന്നു. അപ്പൊ ഏഷ്യാനെറ്റിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു പ്രോഗ്രാം അവർ ഓണത്തിന്റെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തതാണ്. അതിന്റെ ഷൂട്ട് അപ്പം നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ തൊട്ടടുത്ത എൻ്റെ വീട്, പക്ഷെ ഞങ്ങളെല്ലാവരും കോവിഡ് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ട്രാവൻകൂർ ഹോട്ടലുണ്ടല്ലോ ലാൽ സാറിനും കൂടി ഇതല്ല, അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ നമ്മളെ ഒരു വണ്ടിയിൽ എല്ലാവരെയും കൊണ്ടുവരും. അങ്ങനെ ഭയങ്കര പ്രോട്ടോക്കോളായിരുന്നു. എന്നിട്ട് ഈ ഒരു നമ്മൾ ഹോട്ടൽ റൂം വിട്ടാൽ പിന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ പക്ഷെ എന്ന് പറയുന്നത് ഒരു അടച്ച ഒരു മുറിയില്. അപ്പൊ അങ്ങനെ 14 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ലാൽ സാറിന്റെ കൂടെ. പക്ഷെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അന്ന് ഞാൻ ലാൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ ജനുവരി ഒരു ഓർമ്മയുടെ ഒരു സ്റ്റിൽ ഉണ്ടായിരുന്നു. ഞാനില്ല, ജയനൻ സാറും ജോർജ് സാറും ലാൽ സാറും കൂടി ഇങ്ങനെ നടന്നു പോകുന്നൊരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തത്. അത് എൻ്റെ ഒരു കസിനോ മറ്റേ മിനോൾട്ടയുടെ ക്യാമറയിൽ അപ്പൊ പ്രിന്റ് ഔട്ടുകൾ എടുത്തിരുന്നല്ലോ. അപ്പൊ അത് എൻ്റെ ഒരു കസിൻ എനിക്ക് അയച്ചു തന്നാണ്. ഞാനിങ്ങനെ ലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞപ്പോ അപ്പൊ ഞാനതിങ്ങനെ കാണിച്ചു കൊടുത്ത സാറിനെ. സാർ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അയ്യോ ഇത് ജോഷിയാണല്ലോ, ഇത് ജയനനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇത് കുറെ വർഷമായല്ലോ, ഓ അത് ശരി, ഇതില് അഭിനയിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ. സാറ് ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും ലാൽ സാറിന്റെ കൂടെ എൻ്റെ ക്യാമറയിൽ. ഇതിന് 36 എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട് അങ്ങനത്തെ ക്യാമറയിൽ. അപ്പൊ എന്നെ മാത്രം നിർത്തിയിട്ട് ആരും എടുക്കണില്ല. അപ്പൊ ലാൽ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണേ, ലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ടേ. ഞാൻ പറഞ്ഞു വേണം, അന്ന് സെൽഫി പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാ ആളുടെ കൊടുക്കുക ക്യാമറ എന്ന് പറഞ്ഞിട്ട് ആരെയും ഒരാളെ പേര് എടുത്ത് വിളിച്ചിട്ട് അയാളുടെ അടുത്ത് ക്യാമറ കൊടുത്തിട്ട് എന്നെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് എൻ്റെ ക്യാമറയിൽ എന്നെ ഫോട്ടോ എടുത്ത്. അതെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആ ഫോട്ടോ എൻ്റെ ഇല്ല. അതെന്താണ്ടായെന്ന് വെച്ചാൽ അന്ന് എടുത്ത ഫോട്ടോസ് മുഴുവൻ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ആൽബത്തിൽ വെക്കില്ലേ, ആൽബം കാണാൻ വേണ്ടിട്ട് ഓരോരുത്തർ എടുക്കും, ഇതിന്ന് ഓരോന്ന് നിൽക്കും. അങ്ങനെ എല്ലാ ഫോട്ടോസും എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അതെനിക്ക് ഭയങ്കര സങ്കടം. ഭയങ്കര സുന്ദരനായിരുന്നില്ലേ? ഓ പിന്നെ സുന്ദരനാണ്. അന്നെന്ന് പറയുമ്പോ
ലേറ്റ് 80s-ലാണ്, 87, 88 ആ കാലഘട്ടത്തിലാണ്. ഭയങ്കര രസമായിരുന്നു. എല്ലാവരുടെയും എന്താ പറയാ ഒരു ഹാർട്ട് ത്രോ. അതെ അതെ. അന്ന് അമ്മ ഞാനുമായിരുന്നു വീട്ടില് ഫാൻ ഫൈറ്റ്. അമ്മ അന്ന് മമ്മൂക്കയുടെ ആള്, ഞാൻ ലാലേട്ടനോട്. അപ്പൊ നമ്മളിങ്ങനെ പടം വരുമ്പോ അമ്മ ഇങ്ങനെ മമ്മൂക്കയൊക്കെ വേണ്ടി വാദം വരാതെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ അമ്മ അന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇതാണ് ഇഷ്ടം, സാറാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയിലാക്കുക. അല്ല, മോഹൻലാലിന്റെ ആരാധികയായിട്ടുള്ള ആ പെൺകുട്ടി തന്നെ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പ്രൊജക്ടിൽ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാവാൻ കഴിഞ്ഞു. അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ ലാൽ സാറിന്റെ ആദ്യത്തെ സംവിധാനം സംരംഭം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് എന്തൊരു ഭാഗ്യാണ് അല്ലേ. സിനിമ എനിക്ക് തന്ന കുറെ സൗഭാഗ്യങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഡയറക്ട് ചെയ്യുന്നതും സെറ്റിലൊക്കെ. കാരണം ഈ കുട്ടിയുടെ കൂടെ തന്നെ എനിക്ക് നിക്കണല്ലോ. അപ്പൊ അങ്ങനെ കൂടെ തന്നെ അടുത്ത് തന്നെയാണ് സാറിന്റെ തലയിൽ ഇങ്ങനെ, അതിനകത്ത് പടം കണ്ടിട്ട് മനസ്സിലാവും ഇതിനകത്ത് ഇങ്ങനെ ടാറ്റു പോലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, പാമ്പിനെയൊക്കെ ടാറ്റു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആദ്യമൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വരയ്ക്കുമായിരുന്നു. അപ്പൊ ഒരു 1.5 മണിക്കൂർ എടുക്കും അത് വരയ്ക്കാൻ. അപ്പൊ സാറ് ഇങ്ങനെ സിനിമകൾ കാണും ഫോണിൽ. ഒരു ദിവസം എൻ്റെ അടുത്ത് ഈ വരച്ചോണ്ടിരുന്ന ലിജു ആണെന്ന് തോന്നുന്നു, ലിജു വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് ഭീമന്റെ വഴി കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന്. അപ്പൊ എനിക്ക് സന്തോഷമായി, ഞാൻ അഭിനയിച്ച സിനിമയാണല്ലോ അന്ന്. ഞാൻ എന്നിട്ട് അവിടെ ഈ കൊച്ചിനെ പഠിപ്പിച്ചിട്ട് അവിടെ സാറ് വന്നപ്പോ ഞാൻ വേഗം എണീറ്റ് വന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പടമൊക്കെ ഞാൻ കണ്ടു കേട്ടോ, കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏത് പടത്തെ പറ്റിയാ പറഞ്ഞെന്നുള്ളത് നേരത്തെ അറിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് ആണ് സാർ അങ്ങനെ എന്നോടായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മള് ഗുഡ് മോർണിംഗ് പറയും, സാർ ഒരു ഗുഡ് മോർണിംഗ് പറയും, ചിരിച്ചോണ്ട് അങ്ങ് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ സാറിനെ കാണാം, സാറിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ മിണ്ടാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അപ്പോഴും ഇപ്പോഴും ഭയങ്കര ഒരു എന്നെ ഇങ്ങനെ പിറകോട്ട് പിടിച്ചു വലിക്കും. അവരൊക്കെ വളരെ എന്താ പറയാ, നമ്മൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബിന്ദു? അവർക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല. അവര് വളരെ കൂളായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ അങ്ങനെ. ഞാൻ അത്ഭുതത്തോടു കൂടി ആ ജനറേഷൻ ഗ്യാപ്പിനെ നോക്കി കാണും. പിള്ളേരെന്ത് കൂളായിട്ടാ. അപ്പൊ എനിക്കും അങ്ങനെ പറ്റുമോന്ന് ചോദിക്കുമ്പോ എനിക്ക് പറ്റില്ല. നമ്മളങ്ങനെ കൊണ്ട് കുറെ കാര്യങ്ങൾ. അതുപോലെ ഒരാള് വീട്ടില് അല്ല നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ഒരാൾ വന്ന് നമ്മള് അതൊരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഞാനും ഇപ്പൊ പുതിയ തലമുറയിൽ ശ്രദ്ധിച്ച അവരൊക്കെ അതൊന്നും അങ്ങനെ എഴുന്നേറ്റ് നിന്നാലേ ബഹുമാനമാവൂ എന്നവര് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റൂല. ഇപ്പോഴും ആരെങ്കിലും വന്നാൽ അറിയാണ്ട് എണീറ്റു. അതങ്ങനെ ഒരു ശീലായി. അപ്പം ഇപ്പോഴത്തെ പിള്ളേര് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ. ഞാൻ വളരെ കൗതുകത്തോടെ നോക്കി കാണാറുണ്ട്. അവരുടെ പെരുമാറ്റവും രീതികളും സംസാരവും എല്ലാം ഭയങ്കര അവര് ബന്ധങ്ങളെ കാണുന്നതൊക്കെ ഭയങ്കര രസമായി. അതെ അതെ അതെ. നമ്മുടെയൊക്കെ ഒരു ജനറേഷനാണ് ബന്ധങ്ങളില് ഭയങ്കര പെട്ട് ആ കെട്ടുപാടില് കിടന്ന് ആ വേദന ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നവര്. അവര് ബാക്കിയുള്ളവർ ഇപ്പോഴുള്ള കുട്ടികൾ ഭയങ്കര കൂളാണ്. എല്ലാ കാര്യവും അവർക്ക് അറിയാം. അവർക്ക് അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കൃത്യമായ ധാരണയുണ്ട്.